ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെയാണോ എവിടെയാണോ അവിടെ കൂടുതലാ. ഇവിടെയാണല്ലേ വേദന? കുഴമ്പെടുത്ത് തന്നെത്താൻ അങ്ങ് തിരുമിയാ മതി. അല്ലെങ്കിൽ പോയി ഒരു അച്ചിയെ കൊണ്ടുപാടോ. എന്റെ ഒരു നാട്ടുവേദന. ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഐശ്വര്യ എന്നോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതാ. അപ്പോ ഇവൻ വന്നാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവൻ വന്നില്ലായിരുന്നെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാവാതെ അവരെങ്ങ് പോയേനെ. ഇവനെ എല്ലാത്തിനും കാരണം. അതമ്മേ, അവരെല്ലാം കൂടി ഏട്ടനെ ശല്യം ചെയ്തെന്ന് കണ്ടപ്പോ പെട്ടെന്ന് ദേഷ്യം വന്ന് ചെയ്തു പോയതാ. ഏട്ടനെ അവര് ശല്യപ്പെടുത്തെങ്കിൽ അത് ഏട്ടൻ നോക്കിക്കോളും. അതിന്റെ പേരിൽ തല്ലുണ്ടാക്കലാണോ നിന്റെ ജോലി? അവൻ അവന്റെ പെണ്ണുമായിട്ട് പോകുന്ന സ്ഥലത്ത് നീ ചെന്നെന്തിനാ തല്ലുണ്ടാക്കിയത്? അതങ്ങനല്ലോ രമേ. ഇവനും ഐശ്വര്യയും അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടല്ലേ മഹി ഇടപെട്ടത്. നീ റെസ്റ്റോറന്റിൽ ഇരുന്നപ്പോ അവന്മാര് വന്ന് ശല്യപ്പെടുത്തി. കൂടെ ഒരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നിട്ടും അവരോടൊന്നും മിണ്ടാതെ നീ ഇറങ്ങിപ്പോയത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ഇവൻ ആ റെസ്റ്റോറന്റിൽ കിടന്ന് തല്ലുണ്ടാക്കണമായിരുന്നു. തല്ലേണ്ട സാഹചര്യം വന്നാ തല്ലണം. ആരും വെറുതെ ആരെയും തല്ലില്ലല്ലോ. അതാണോ ജയേട്ട ശരി? അതാണ് ശരി. അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി അവിടുന്ന് ഒഴിഞ്ഞു മാറിയിട്ടും അവന്മാര് പിന്നാലെ വന്നു. നിങ്ങളെ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോഴും നീ വണ്ടി ലോക്ക് ചെയ്ത് അതിനകത്തിരുന്നു. അത് രണ്ടാമത്തെ തെറ്റ്. അതെ, ഐശ്വര്യ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടാ. അതാ ഞാൻ പോലീസിനെ വിളിക്കാന്ന് കരുതിയത്. എടാ, നമ്മുടെ മെക്കിട്ട് ഒരുത്തൻ കേറാൻ വന്നാ വിടരുത്. അതിന് ഏത് പൊന്നു തമ്പരാന്റെ മോനായാലും. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നിന്നെ വിശ്വസിച്ചല്ലേ അവള് നിന്റെ കൂടെ വന്നത്. എന്തു പ്രശ്നം വന്നാലും നീ അവളെ നോക്കൂന്ന് കരുതിയിട്ടല്ലേ. അവളുടെ സുരക്ഷ നിന്റെ കയ്യിലാ. അതിലുപരി നിന്റെ അഭിമാന പ്രശ്നം കൂടിയാ. അവന്മാര് കാറ് തല്ലി തകർത്തിരുന്നെങ്കിലോ? അപ്പോ അതിനൊക്കെ മുന്നേ വന്ന് നിന്നെ രക്ഷിച്ച മഹിയെ കുറ്റപ്പെടുത്തുകയല്ല, നന്ദിയാണ് പറയേണ്ടിയിരുന്നത്. ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് കാണണ്ട രമേ. ആമ്പിള്ളാരല്ലേ, ഒന്ന് രണ്ട് തല്ലൊക്കെ ഉണ്ടായിന്ന് വരും. ഇപ്പോ ജയേട്ടൻ പറഞ്ഞതെല്ലാം മുഖവിലേക്കെടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. എന്റെ രണ്ട് ആൺമക്കളും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കണം. നിന്നെ ഒരു ഗുണ്ടയായിട്ടല്ല ഞാൻ വളർത്തിയത്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ആരെയെങ്കിലും തല്ലാൻ കൈ ഓങ്ങുന്നതിന് മുമ്പ് നീ എവിടെയാണെന്നും ആരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെന്നും അതിലുപരി നീ ആരുടെ മകനാണെന്നും ഓർമ്മയിലുണ്ടാവണം. ഇത്തവണത്തേക്ക് ഞാനിത് പോട്ടേന്ന് വെക്കുക. എങ്കിലും റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയതിന് എന്റെ വക നിനക്കൊരു ചെറിയ ശിക്ഷ. ഇനിയും ഇതൊക്കെ നീ ആവർത്തിക്കാതിരിക്കാനാണ്. ഈ വരുന്ന ഞായർ വരെ ഈ വീട്ടിലെ ഡ്രൈവർ ജോലി നീ ചെയ്തിരിക്കണം. ഒരു ഡ്രൈവർ എന്തൊക്കെ ജോലിയാണോ ചെയ്യുന്നത് അതൊക്കെ നീ ചെയ്യണം. ഒപ്പം ഇവിടെയുള്ള പുറം പണിക്കാരെ നീ സഹായിക്കുകയും വേണം. ഡ്രൈവർ ഭയ്യ, നീ ചെയ്തതാണ് ശരി. ഞാൻ ഇടപെട്ടതുകൊണ്ടാ നിനക്ക് ചെറിയ ശിക്ഷ കിട്ടിയത്.
സംഭവം രമയ്ക്ക് മനസ്സിലായി നീ ചെയ്താ ശരിയെന്ന്. പക്ഷെ സമ്മതിച്ചു തരില്ലല്ലോ. അതുകൊണ്ടാ ഈ ചെറിയൊരു ശിക്ഷ. ഡോ ഗുണ്ടേ, തന്റെ മാഡത്തിന് എന്താ പിരിയിളകിയോ? അല്ല, ഒരു ഡ്രൈവർക്ക് ഡ്രൈവർ ജോലി തന്നെ ശിക്ഷ വിധിച്ചതുകൊണ്ട് ചോദിച്ചതാ. താൻ നടുറോടി കിടന്ന് അടി കൂടിയല്ലേ? അതെ, വല്ലാത്ത പുറം വേദന. കൊച്ചു എന്നേ കുറച്ച് കുഴമ്പെടുത്തിട്ട് വാ. എവിടെയാ വേദന? ദേ, ഇവിടെ. ഷോ, ഇവിടെയാണോ? താഴെ. ഇവിടെയാണോ? ഇവിടെയാണോ? അവിടെ കൂടുതലാ. ഇവിടെയാണല്ലേ വേദന? കുഴമ്പെടുത്ത് തന്നെ അങ്ങ് തിരുമിയാ മതി. അല്ലെങ്കിൽ പോയി ഒരു അച്ചിയെ കൊണ്ടുപാടോ. എന്തൊരു നടുവേദന. അച്ചിയാക്കാനായിരുന്നു ഉദ്ദേശം. ആ അച്ചിയോട് എന്നെ പറഞ്ഞത്. ഈ അച്ചിയെ മെരുക്കേണ്ടി വരും. ആ മണിമാല എവിടെയാന്ന് എനിക്കറിയണം. എന്നെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ ഞാനത് അന്വേഷിച്ചു. ഇപ്പോഴും ഞാനത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത്.